ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിൽ മൗലിദുകൾ സത്യസമ്പൂർണമാണെന്ന് പറയുന്ന പേരോട് തന്നെ അതിലുള്ളതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പുഴിയിൽ വന്നിട്ടും കൊണ്ടോട്ടിയിൽ വന്നിട്ടും ഒക്കെ സമ്മതിക്കേണ്ടി വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. രണ്ടോട്ടം കൂടി വന്നാൽ മൂപ്പരെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കും മങ്കൂസിലും തെറ്റുണ്ട്, മുഹയ്യദ്ദീൻ മാലിനും തെറ്റുണ്ട്, നമ്മൾ സമ്മതിപ്പിക്കും. വരട്ടെ, അയാള് കൊണ്ടുവരണം നിങ്ങൾ, അപ്പോഴേ സമ്മതിക്കും. ഇനി സുഹൃത്തുക്കളെ, ഇയാള് വേറൊന്ന് പറയുന്നുണ്ട് മുഹയ്യദ്ദീൻ മാലിയെ സംബന്ധിച്ച്. നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ. അപ്പൊ മൊയ്യദ്ദീൻ ഷേഖ് അറിയില്ല. ഈ കോഴിക്കോട്ടുകാരൻ കാലി മുഹമ്മദ് മൊയ്യദ്ദീൻ ഷേഖിന്റെ കാലം കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരില് എഴുതി കൂട്ടിണ്ടാക്കിയതാ. അതിന്റെ ബാക്കി എന്താ? അവർ ചൊന്നാബൈത്തിന്നും ബഹ്ജ കിതാബിന്നും അങ്ങിലെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചെന്ന ബൈത്ത് ബഹ്ജത്തുൽ അസ്റാർ തക്മീല പോലെയുള്ള കീറ കിതാബുകളിൽ നിന്ന് രണ്ടിപ്പേർക്ക് എഴുതി കൂട്ടിണ്ടാക്കിയ വാറോലയാണ് മുഹയ്യദ്ദീൻ മാല. എന്നിട്ട് അതാണ് സത്യസമ്പൂർണമാണെന്ന് നമ്മുടെ ആലിമീങ്ങൾ വിധി കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടോളി. ഇനിയും അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്ന സമയമായപ്പോൾ മേൽഭാഗത്തു നിന്നൊരു പക്ഷി വരികയും ആമിന ബീവിയുടെ പള്ളക്ക് അതിന്റെ ചിറക് കൊണ്ട് ഒരടി കൊടുക്കുകയും തദവസരത്തിൽ പ്രസവ വേദന ഉണ്ടാകുകയും പ്രസവിക്കപ്പെടുകയും ചെയ്തു എന്നൊരു കഥ കാണുന്നില്ലേ? ഏത് ഹദീസിന്റെ കിതാബിലാണ് ഈ കഥകളുള്ളത്? സ്വഹീയായ പരമ്പരയിലൂടെ ആ ഹദീസ് ഒന്ന് കാണിച്ചാൽ എന്നെ നിങ്ങൾ തിരുത്തി. സംഗതി എന്താ നിങ്ങൾക്ക് കേൾക്കണം. അങ്ങനെ അറിയാൻ ആമിന ബീവിന്റെ ബാറ്റിൽ ഒരു പക്ഷി ഇറങ്ങിയിട്ട് തല്ലിയുന്നുണ്ടോ? ഇല്ല. ഉള്ളത് എന്താണ്? ഫൈദാബി തായിരിൻ അബിയദ ഖസഖത മിനൽ ഹവാ ഫമറ ബിജനാഹിഹി അലാ ബത്നി ഉമ്മിഹി ആമിന ഫളറബഹൽ മഖാദു ലൈലത്തുൽ ഇസ്നൈനി സാനിയശർ. അപ്പൊ മൂപ്പര് ലറബാന്ന് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ച് ബാറ്റ തടിച്ചിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഉള്ളതെന്താണ്? ഉള്ളതൊരു വെളുത്ത പക്ഷി ഇറങ്ങി വന്ന് ആമിന ബീവിന്റെ സമീപത്ത് കൂടി അങ്ങ് പോയില്ല. മറ തന്നെ പോയില്ല, മറത്ത് അടിച്ചു എന്നല്ല, അങ്ങ് പോയി. ഇതിന് എന്താറിയോ? മങ്കൂസ് മൗലീദിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വെളുത്ത പക്ഷി ഇറങ്ങി വന്നിട്ട് ആമിന ബീവിയുടെ വയറ്റിലൊന്ന് തടവി അല്ലെങ്കിൽ ഒന്ന് തട്ടി, അപ്പോഴാ മൂപ്പത്തിയർക്ക് പ്രസവവേദന തുടങ്ങിയത്. ഇത് നേരത്തെ അവിടെ മഹമൂദ് ബാഖവിയാണ് അയാൾ കാണിച്ചത്. കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് അടുത്ത് കടന്നു വന്നൊരു പണ്ഡിതനാണ് മഹമൂദ് ബാഖവി. അദ്ദേഹം ഇപ്പോൾ മംഗലാപുരത്തിനടുത്തൊരു പള്ളിയിൽ ജോലി ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പേരോട് പറയുന്നത് വൈദാബി തായിരിൻ നബി എന്ന് പറഞ്ഞിട്ട് മങ്കൂസന്റെ മൂപ്പർക്ക് നേരെ കിട്ടുന്നില്ല. ഒന്ന് നിന്ന് എന്നിട്ട് മുസ്രിയാന്ന് വിട്ട് അലാ ബത്നി ആമിന എന്നർത്ത് അലാ ബത്നി ഉമ്മി ആമിന നാക്കി. അങ്ങനെ മൂപ്പര വക എന്നാ മൗലൂദന്റെ നേരെ കിട്ടുമോ? ഇതൊക്കെ മൊല്ലാക്കാരെ കൊണ്ട് ചെല്ലിച്ചിട്ട് കാശ് വലിയ ഉസ്താദ് വാങ്ങി കീസിലിടലാണല്ലോ. അപ്പൊ ആടിക്കൊടുക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും കിട്ടാതെ പോയത്. ഇരിക്കട്ടെ, ഞങ്ങൾക്കൊക്കെ കിട്ടാതെ പോയതാണ് ഈ കുഴപ്പമില്ല, മൗലൂദല്ലേ. ബല വയറ്റുപഴപ്പിന്റെ മാർഗം അത്. ഏതായിരുന്നാലും മഹമൂദ് ബാഖവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലറബാദ് കണ്ടപ്പോ അടിച്ചു എന്ന് മഹമൂദ് ബാഖവി അർത്ഥം പറഞ്ഞു. മഹമൂദ് ബാഖവി അത് പറഞ്ഞിട്ടില്ല, അദ്ദേഹം വായിച്ച അർത്ഥം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കഥ അതിലുണ്ട് എന്ന് പറഞ്ഞതാണ്. എന്നിട്ടോ പേരോട് പറഞ്ഞ അങ്ങനെ അർത്ഥല്ല, പക്ഷെ അതിലൂടെ അങ്ങ് പോയിനേ ഉള്ളൂ. എന്താ കണ്ടോളി, മങ്കൂസ് മൗലീദിന്റെ പരിഭാഷകൻ കണ്ണിയത്ത് വാഴക്കാട് മുബാറക് മുക്കസ്റ്റാള് തിരൂര് പുറത്തിറക്കിയതാ. അതിലെ 42ാമത്തെ പേജിൽ ഈ മറയൊക്കെ മൂപ്പര് ഓരോന്നിനും അർത്ഥം കൊടുക്കുന്നുണ്ട്. മറ അനന്തരം അത് നടന്നു, ബ്രാക്കറ്റിൽ സ്പർശിച്ചു, ബിജനാഹി അതിന്റെ ഇരുചെറകുകൾ കൊണ്ട്, അലാ ബത്നി ആമിനത്ത ആമിനയുടെ വയറ്റത്ത്, മുസ്രിഅൻ വേഗത കാണിച്ചതായി, ഫളറബഹ ഉടനെ അവരെ അടിച്ചു, അഥവാ അവർക്ക് അനുഭവപ്പെട്ടു അൽ മഹാദു പ്രസവവേദന. അപ്പൊ ബീവിയുടെ ഉദരത്തെ സ്പർശിച്ചു എന്നാണ് നേരെ അർത്ഥം കൊടുക്കുന്നതാ. തത്സമയം വായുമണ്ഡലത്തിൽ നിന്നൊരു ശുഭ്രവിഹകം, ഓ ഖുറാഫിന്റെ മലയാളം കണ്ടങ്ങള്, പുള്ളത്തി പാറി നിറഞ്ഞ ആളാപ്പത്, ശുഭ്രവിഹകം പറന്നെത്തുകയും അതിന്റെ ഇരുപക്ഷങ്ങൾ ധടുതിയിൽ ആമിന ബീവിയുടെ ഉദരത്തെ സ്പർശിക്കുകയും ചെയ്തു. ഉടനെ ബീവിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയുണ്ടായി.
അപ്പൊ പറന്നങ്ങ് പോയി നാറില്. പറന്നങ്ങ് പോയതുകൊണ്ടൊന്നും പ്രസവവേദന ഉണ്ടായിട്ടില്ല. ഒന്ന് സ്പർശിച്ചു. അപ്പൊ സ്പർശിച്ചതൊരു മൂപ്പര് തട്ടി ഒരടി അടിച്ചു എന്ന് പറഞ്ഞതാ. ഇതുണ്ടോ പ്രവാചക പ്രകീർത്തനം. അതാ മങ്കൂസ് മൗലിദ് പരിഭാഷ ബയാനിയ പരപ്പനങ്ങാടി 22 കാരറ്റ് ഖുറാഫിയ. അതിലെന്താ എഴുതിയിരിക്കണത്? തത്സമയം ഉപരിഭാഗത്ത് നിന്ന് ഒരു ശുഭ്ര പക്ഷി പറന്നു വന്ന് വേഗത്തിൽ ബീവിയുടെ ഉദരം തടവി. അതോടെ മഹദിക്ക് പ്രസവവേദന അനുഭവവേദ്യമായി. കണ്ടോ, സൈദിയ കോളേജിൽ നിന്ന് ഇറക്കിയ പുതിയ ഖാദിസിയ ബുക്സ് കൊല്ലം എന്ന് പറഞ്ഞിട്ട് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന കുബൂരികളുടെ നേതാവിന്റെ അവതാരികയോടുകൂടി ഇറക്കിയതാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മുകൾ ഭാഗത്തൊരു പക്ഷി പ്രത്യക്ഷപ്പെടുകയും അതിന്റെ ചിറക് കൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ എങ്ങനെയുണ്ട്? ആമിന ബീവി തടയുകയും ചെയ്തിട്ടുണ്ട്.